നമസ്കാരം. ഓട്ടപ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് രാമനവമിയായിരുന്നു. 500 വർഷങ്ങൾക്ക് ശേഷം അയോധ്യയിൽ രാമനവമി ആഘോഷിക്കുകയാണ്. വിപുലമായ ആഘോഷങ്ങളോടെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുന്ന ആദ്യത്തെ രാമനവമി ആഘോഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് അയോധ്യയിൽ ക്ഷേത്ര ദർശനത്തിനായി എത്തിയത്. ഇപ്പോഴും അയോധ്യയിൽ ക്ഷേത്ര ദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി 11 മണി വരെയാണ് ക്ഷേത്ര ദർശനം ഉള്ളത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകം തന്നെ കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി അയോധ്യയിലെ രാംലല്ലയുടെ നെറ്റിത്തടത്തിൽ സൂര്യകിരണം തിലകമായി ചാർത്തുന്ന ഒരു ചടങ്ങ്. വിപുലമായ സംവിധാനങ്ങളോടുകൂടിയാണ് ആ ചടങ്ങ് നടന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഈ ചടങ്ങ് തത്സമയം വീക്ഷിക്കുന്നതും അയോധ്യയിലെ രാംലല്ലയിൽ സൂര്യതിലകം പതിയുന്നതുമെല്ലാം കോടാനുകോടി ഇന്ത്യക്കാരോടൊപ്പം അദ്ദേഹവും വീക്ഷിക്കുന്നത് വാർത്തകളിൽ നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ വാർത്തകളിൽ ഏറ്റവും പ്രധാനം തെരഞ്ഞെടുപ്പ് വാർത്തകൾ കഴിഞ്ഞാൽ ഇഡിയുടെ നീക്കങ്ങൾ തന്നെയാണ്. ഇഡി CMRL ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ 2-3 ദിവസമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇഡി ആവശ്യപ്പെടുന്ന വിവരങ്ങളും രേഖകളും ഒന്നും ഈ ഉദ്യോഗസ്ഥർ ഇഡിക്ക് നൽകുന്നില്ല എന്ന ഒരു പരാതി ഇഡി നേരത്തെ ഉന്നയിച്ചിരുന്നു. ഉദ്യോഗസ്ഥർ ആദ്യഘട്ടം ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്നതിനെ തുടർന്ന് ഈ MD ശശിധരൻ കർത്തയ്ക്ക് തന്നെ നോട്ടീസ് നൽകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. പക്ഷെ പലതവണ നോട്ടീസ് നൽകിയിട്ടും ശശിധരൻ കർത്ത ഇങ്ങോട്ട് വന്നില്ല. അതുകൊണ്ട് തന്നെ ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ ശശിധരൻ കർത്തയെ തേടി ഇഡി ഇന്ന് അങ്ങോട്ട് പോയ ദിവസമായിരുന്നു. വിപുലമായ ചോദ്യം ചെയ്യലാണ് ഇന്ന് CMRL ഉദ്യോഗസ്ഥരെയും ശശിധരൻ കർത്തയെയും ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയതിലൂടെ ഇഡി നടത്തിയത് എന്നറിയുന്നു. എന്തായാലും CMRLൻ്റെ കാഷ്യർ മുതൽ MD ശശിധരൻ കർത്ത വരെ നൽകുന്ന വിവരങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അതെല്ലാം നമ്മൾ ഈ വാർത്തകളിൽ കേൾക്കുന്ന ആരോപണങ്ങൾ ശരിയാണ് എങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾക്കും എതിരെയായിട്ടുള്ളതാണ്. ഇഡി മുഖ്യമന്ത്രിയുടെ വീട്ടുപടിക്കലിന് തൊട്ടരികിലെത്തി എന്ന് വേണം ഈ ശശിധരൻ കർത്തയുടെ ചോദ്യം ചെയ്യലിന് ശേഷം അനുമാനിക്കേണ്ടത്. എന്തായാലും ആ രീതിയിൽ തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ, വോട്ടെടുപ്പിന് മുന്നേ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ഇഡി ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് എന്താണ് എന്നൊക്കെ പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട് എങ്കിലും CPM കേന്ദ്രങ്ങൾ ഞെട്ടലിലാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരിങ്ങാലക്കുടയിലും അതുപോലെ തന്നെ ചാവക്കാട്ടും ഒക്കെ നടന്ന പരിപാടികളിൽ മുഖ്യമന്ത്രിയെ ശ്രദ്ധിച്ചവർ ഒരു കാര്യം അടക്കം പറയുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രി കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് കേരളത്തിലെ റോഡുകളിലൂടെ സഞ്ചരിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളിലൂടെയാണ് മുഖ്യമന്ത്രി കടന്നുപോയിക്കൊണ്ടിരുന്നത്. മുഖ്യമന്ത്രി കടന്നു പോകുന്ന പാതകളിൽ മണിക്കൂറുകളോളം വാഹനങ്ങൾ പിടിച്ചിട്ടിരുന്നു. മുഖ്യമന്ത്രി കടന്നു പോകുന്ന പാതകളിൽ കാൽനടക്കാരെ പോലും അനുവദിക്കാത്ത രീതിയിൽ റോഡുകൾ ഫ്രീസ് ചെയ്യുമായിരുന്നു. മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നാൽ അവിടെയുള്ള ചായക്കടകളിലും ഹോട്ടലുകളിലും ഗ്യാസ് അടുപ്പ് കത്തിക്കരുത് എന്നുവരെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ കറുത്ത വസ്ത്രമണിയാൻ പോലും വിലക്കുണ്ടായിരുന്നു. എന്നു മാത്രമല്ല, അതിവിപുലമായ സുരക്ഷാ വാഹന വ്യൂഹത്തോടുകൂടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി യാത്ര ചെയ്തിരുന്നത്. 7 സായുധ അംഗങ്ങൾ ഉൾപ്പെടെ 25ഓളം കമാൻഡോകൾ ഉൾപ്പെടുന്ന ദ്രുതകർമ്മ സേന, 2 എസ്കോർട്ട് വാഹനങ്ങൾ, 1 പൈലറ്റ് വാഹനം, സ്ട്രൈക്ക് ഫോഴ്സ്, അതുപോലെ തന്നെ സ്പെയർ വാഹനം എന്നിവയടങ്ങുന്ന ആംബുലൻസ്, അതുപോലെ തന്നെ അഗ്നിശമന വാഹനം എന്നിങ്ങനെ വളരെ വിപുലമായ നിരവധി എസ്കോർട്ട് വാഹനങ്ങൾ എന്നിങ്ങനെ വളരെ വിപുലമായ ഒരു വാഹന വ്യൂഹത്തോടൊപ്പമാണ് മുഖ്യമന്ത്രി യാത്ര ചെയ്തിരുന്നത്. അന്നൊക്കെ പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് എന്തോ വലിയ ഒരു സുരക്ഷാ ഭീഷണിയുണ്ട്, അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ള ഒരു സുരക്ഷ നൽകിയിരിക്കുന്നത് എന്നാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കോലം മാറി. താഴത്തിറങ്ങി പിണറായി എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിലെ പരിപാടികളിൽ ഈ വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളും ആടയാഭരണങ്ങളും ഒന്നുമില്ലാതെയാണ് മുഖ്യമന്ത്രി വോട്ട് തേടാൻ ഇറങ്ങിയിരിക്കുന്നത്. വോട്ട് തേടുന്ന സമയത്ത് വോട്ടർമാരെ ബുദ്ധിമുട്ടിക്കുക ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഓഫർ വോട്ടെടുപ്പ് ദിവസം വരെയുള്ളൂ എന്ന് മലയാളികൾ മനസ്സിലാക്കിക്കൊള്ളണം. വോട്ടെടുപ്പ് ദിവസം കഴിഞ്ഞാൽ പിന്നീട് ആശാൻ പഴയ പരിപാടി തുടങ്ങും. പോയി ചാടിക്കൊടുക്കരുത്, ചെടിച്ചട്ടി, കമ്പിപ്പാര, ഇങ്ങനെയുള്ള പല പ്രയോഗങ്ങളും വോട്ടെടുപ്പിന് ശേഷം വീണ്ടും ഉണ്ടാകും. പക്ഷേ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കേരള പോലീസ് നേരത്തെ പറഞ്ഞിരുന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഭീഷണി അതെവിടെ പോയി എന്നതാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.